സ്വാഗതം. ഇന്ന് നമ്മൾ സ്കൂളിൽ പോകണം. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ സ്കൂളിലെ എക്സിബിഷൻ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് നമ്മൾ എക്സിബിഷന് വേണ്ട ഐറ്റംസ് സ്കൂളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനുശേഷം നമ്മൾ ഇൻട്രൊഡക്ഷന് ശേഷം നമ്മൾ കാണാൻ പോകുന്ന വീഡിയോസ് സ്കൂളിൽ എക്സിബിഷൻ കാണാൻ അന്ന് പ്രസൻറ്റിൽ നമ്മൾ പോകുന്നതാണ് ആരാ 12:30 വരെയാണ് കേട്ടോ ശരിക്കും. ഹായ് ഗൈസ്, നമ്മളെന്തിനു പോവാ? എന്തിനു പോവാ? മിസ്സിനെ കണ്ട? മിസ് എന്താ പറഞ്ഞേ? അതായത് ക്ലാസ്സിൽ തന്നെയാണ് കേട്ടോ. അതായത് ക്ലാസ്സിലെ എക്സിബിഷൻ ഐറ്റംസ് എല്ലാം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് 3 ആണെന്ന് തോന്നുന്നു. ക്ലാസ് ഏതാണെന്ന് ഞാൻ മറന്നുപോയി. ഇവർക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസസ് ആയിരുന്നു കേട്ടോ ഇവിടെ പ്രസൻറ്റേഷൻ സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. കുട്ടികളെല്ലാം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇഗ്ലൂവിൻ്റെ ഡിഫറെൻറ്റ് ഷേപ്സ്, ഇവിടെയും ബിൽഡിങ്സ്, ഫ്ലാറ്റ്സ്, ബുർജ് ഖലീഫ എല്ലാം ഉണ്ട്. ഓ യെസ്, ബുർജ് ഖലീഫ. ഇത് നമ്മുടെ റിലേറ്റീവ് ആണ് കേട്ടോ. ഇയാൾ ഹൗസ് ബോട്ടിൻ്റെ വെറൈറ്റീസ് ആയിരുന്നു കേട്ടോ പ്രസൻറ്റ് ചെയ്തെടുത്ത്. നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹട്ടും പഴയ വീടുകളൊക്കെ പുതിയ വീടും എല്ലാം ഉണ്ട്. അങ്ങനെ അവിടെ കഴിഞ്ഞു. ഇതാരുടെ ക്ലാസ്സാ? ഇതാരുടെ ക്ലാസ്സാ? ഹായ്. അപ്പോൾ ഇത് നമ്മുടെ ഇഷയുടെ ക്ലാസ്സാണ്. ഇത് 2nd സ്റ്റാൻഡേർഡാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഉണ്ടായിരുന്ന സബ്ജക്റ്റ് സയൻസ് ആയിരുന്നു. സയൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തും ചെയ്യാമെന്നായിരുന്നു കേട്ടോ നമ്മളോട് പറഞ്ഞിരുന്നത്. ഇത് വർക്ക് ചെയ്യേ. പെൻഡിലം. ഈ ഒരു എക്സ്പെരിമെൻ്റ് ഒട്ടുമിക്ക ക്ലാസ്സുകളിലും ഞാൻ കണ്ടു, വോൾക്കാനോ. പക്ഷെ അത് ചെയ്യുമ്പോൾ കുട്ടികൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ മുതൽ ഇഷയുടെ ആയിരുന്നു കേട്ടോ. ഇഷയുടെ ഞാനെടുത്ത സബ്ജക്റ്റ് പൊല്യൂട്ടഡ് എർത്ത് ആൻഡ് നോൺ പൊല്യൂട്ടഡ് എർത്ത് ആൻഡ് പ്രിവെൻഷൻ ഫ്രം പൊല്യൂട്ടഡ് എർത്ത് അതായിരുന്നു. അതിൻ്റെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ എയർ പൊല്യൂഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ എങ്ങനെ വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാൻ സാധിക്കും,
പിന്നീട് എന്തായിരുന്നു, പിന്നെ പ്ലാസ്റ്റിക്, എങ്ങനെയാണ് പ്ലാസ്റ്റിക് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റും, അങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തത്. ഇവിടെ വരെ ഉള്ളു ഈശോയുടെ. ഇവിടുന്ന് ഇതെല്ലാം നല്ല രസമുണ്ട്, ഡേ ആൻഡ് നൈറ്റ്, പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ ബെല്ല് എല്ലാം നല്ല ഭംഗിയുണ്ടല്ലേ. ഓക്കെ, ഈശോയുടെ പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഈശോ പ്രസൻറ്റ് ചെയ്തില്ല കേട്ടോ. നമ്മളെടുത്ത് പ്രസൻറ്റ് ചെയ്തില്ല, പക്ഷേ ക്ലാസ്സിൽ അവർ ജഡ്ജസ് വന്നപ്പോൾ പ്രസൻറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഇത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സാണ്. ഇതും സെക്കൻഡ് സ്റ്റാൻഡേർഡ് തന്നെയാണ് കേട്ടോ. 2 ഡിവിഷനാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡിന് ഇവിടെ ഉള്ളത്. അച്ചോടാ ATM കാർഡ് എടുക്കാൻ മറന്നു. ഇവിടെ ഇട്ടോ കറന്നു, പൈസ ഇട്ടോ? ഇല്ലേ? അല്ലേ? ഇതാണ് തൻ്റെ അല്ലേ? കടുക് പാടം. നന്നായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലൈറ്റ്സ് ആണ് കേട്ടോ, നമ്മുടെ ട്രാഫിക് സിഗ്നൽസിൻ്റെ. എന്താ പറ്റിയേ? ഹായ് മാങ്കോ. അടുത്ത ക്ലാസ്സിലേക്ക് പോവാണ്. ഇവിടെ സബ്ജക്റ്റ് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അറേഞ്ച്മെൻറ്റ്, ഒന്നും അത്ര ഭംഗിയായിട്ട് അവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് നല്ലതാണ്, അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രസൻറ്റേഷൻ ക്ലാസ് വൈസ് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സ്പ്ലനേഷനാണ്, ഫസ്റ്റ് എക്സ്പ്ലനേഷൻ ആൻഡ് പ്രസൻറ്റേഷനാണ് കേട്ടോ ഇഷിക്ക് പ്രൈസ് ഉണ്ടായിരുന്നത്. ഇവിടെയും പിള്ളേർ വോൾക്കാനോനെ വെറുതെ വിട്ടില്ല കേട്ടോ. ആപ്പിളിൻ്റെ അകത്തും അവർ വോൾക്കാനോ ഉണ്ടാക്കി കഴിഞ്ഞു. ഇവിടെ പേപ്പർ ഫ്രൂട്ട്സ് ആയിരുന്നെങ്കിൽ ഈ ടേബിളിൻ്റെ ഇവിടെ മുതൽ ക്ലേ ആൻഡ് ഫ്ലോർ വെച്ചിട്ടുണ്ടാക്കിയ മോഡൽസ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ മോഡൽസ് ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ബോട്ടിൽ ആർട്സ് ഉണ്ടായി. ഇവിടെ കടക്കാരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തുകൊണ്ടെങ്കിലും വാങ്ങാം കടക്കാരൻ്റെ കയ്യിൽ നിന്ന്. എന്തൊക്കെയുണ്ട് കടയിൽ? കപ്പങ്ങ. അതങ്ങനെയല്ല, അതിൻ്റെ ഉള്ളിൽ കൂടെ ബാക്കി പോയിക്കാൻ പറ. തല ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോവാ. അങ്ങനെ എല്ലാ ക്ലാസ്സിലും വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ക്ലാസ്സിൻ്റെ വീഡിയോസും ഒപ്പം ഇട്ടാൽ ഒരുപാട് ലോങ് വീഡിയോ ആയിപ്പോൾ, അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് വരെയുള്ള ഇവിടെ ഇടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.